ഹായ് വെൽക്കം ടു ഇന്ദു ടോക്സ്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ത്യയിൽ ഏറ്റവും പ്രേതബാധയുള്ള ഒരു സ്ഥലമെന്നും ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രേതബാധയുള്ള അവശിഷ്ടങ്ങൾ എന്നും പറയപ്പെടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. രാജസ്ഥാനിന്റെ ആൽവാർ ഡിസ്ട്രിക്റ്റിലെ സരിസ്ക റിസർവിന്റെ അതിർത്തിയിലാണ് ഈ ബംഗാർ കോട്ട ഉള്ളത്. 1573 ആണ്ട്, അതായത് ഒരു 451 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കോട്ടയാണിത്. 16-ാം നൂറ്റാണ്ടിൽ രാജ ഭഗവന്ത് സിംഗ് തന്റെ മകനായ മധോ സിംഗിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ കോട്ടയും നഗരവും. മെയിൻ ഗേറ്റ് വഴി ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ശരിക്കും കുറെ തകർന്ന അമ്പലങ്ങളും ജുഹാരി ബസാർ ഇതൊക്കെ കാണാൻ പറ്റും. കോട്ട വാലിന് മുമ്പ് ഒരു മുസ്ലിം ശവകുടീരവും ഉണ്ട്. അത് ജമ്മു കാശ്മീരിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരി സിംഗിന്റെ മകന്റെ എന്നാണ് അറിയപ്പെടുന്നത്. പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഈ കോട്ടയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. ഈ കോട്ടയെക്കുറിച്ച് പല ന്യൂസ് പേപ്പറിലും ന്യൂസ് ചാനലിലും പറയപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, സിനിമയും എടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും പലർക്കും ഇവിടെ ചെന്ന് കാണാൻ ഇച്ചിരി പേടിയാണ്. കാരണം ഇതിനെക്കുറിച്ച് പറയപ്പെടുന്ന കഥകളൊക്കെയാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടത്തേക്ക് പ്രവേശനമില്ല. അതുപോലെ കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശനമുള്ളൂ. ഈ കോട്ട തകരുന്നതിന്റെ പിന്നിൽ പല കഥകളും പറയുന്നുണ്ട്. രാജ ഭഗവന്ത് സിംഗ് ഈ കോട്ട നിർമ്മിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ഗുരു ബാലുനാഥ് ധ്യാനം ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. ഈ രാജാവ് ആ സാധുവിനോട് ചെന്ന് അപേക്ഷിക്കുന്നുണ്ട്, ഈ സ്ഥലം ഒന്ന് തരാവോ, എനിക്ക് ഇവിടെ ഒരു കോട്ട കെട്ടാനാണെന്ന്. ആ സാധുവും അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷനിലാണ്, ഈ കോട്ടയുടെ നിഴല് എന്റെ സ്ഥലത്തേക്ക് വീഴാൻ പാടില്ല എന്നാണ്. പക്ഷെ ഈ കോട്ട കെട്ടിക്കഴിഞ്ഞിട്ട് ഈ കോട്ട നല്ല ഉയരത്തിലായതുകൊണ്ട് തന്നെ അതിന്റെ നിഴല് സാധുവിന്റെ സ്ഥലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ആ സാധുവിന്റെ ശാപം കാരണമാണ് ഈ സ്ഥലം പൊളിഞ്ഞു പോയത് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കഥ ഇതാണ്. നേരത്തെ പറഞ്ഞ രാജ ഭഗവന്ത് സിംഗിന്റെ മകനാണ് മധോ സിംഗ്. ആ മധോ സിംഗിന്റെ മകനാണ് ചതർ. ഈ ചതർ സിംഗിന്റെ മകന്റെ പേരാണ് അജാ സിംഗ്. പുള്ളിയാണ് അജാഗർ കോട്ട നിർമ്മിച്ചത്. ഈ ചതർ സിംഗിന്റെ മകളാണ് രാജകുമാരി രത്നാവതി. ഈ രത്നാവതി രാജകുമാരി അതിസുന്ദരിയായിരുന്നു. ഈ രാജകുമാരിയുടെ സൗന്ദര്യം അവരുടെ നാട്ടിലും മറ്റു നാട്ടിലും ഒക്കെ അറിയപ്പെട്ടിരുന്നു. അങ്ങനെ ഈ രാജകുമാരിനെ കെട്ടാനായിട്ട് പലരും ആഗ്രഹവും കാണിച്ചിരുന്നു. അതിൽ ഒരാള് മന്ത്രവാദിയായിരുന്നു. ഈ രാജകുമാരിനെ തന്ത്രപൂർവ്വം കെട്ടാനായിരുന്നു ഈ മന്ത്രവാദി ആലോചിച്ചിരുന്നത്. ഈ രാജകുമാരിയുടെ അവിടെ പണി ചെയ്യുന്ന ഒരു സ്ത്രീ മാർക്കറ്റിൽ ചെല്ലുന്നു. ആ സ്ത്രീന്റെ കയ്യിൽ ഒരു എണ്ണക്കുപ്പി ഉണ്ടായി. ആ എണ്ണയിൽ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മന്ത്രവാദി. ഇത് അറിഞ്ഞ ആ രാജകുമാരി ആ എണ്ണ എടുത്ത് കളയുന്നു. ആ വലിച്ചെറിയുന്ന എണ്ണ ഒരു വലിയ പാറയായി മാറി ആ മന്ത്രവാദിനെ തകർത്ത് കളയുന്നു. വേദനയിലുള്ള ആ മന്ത്രവാദി ആ രാജകുമാരിനെ ആ നാട്ടുകാരെയൊക്കെ ശപിക്കുന്നു. അത് കാരണമാണ് ആ നാട്ടിലെ ആരും പുനർജനിക്കാൻ പോലും കഴിയാത്തത് എന്നാണ് നാട്ടുകാർ പറയുന്ന കഥ. ഇപ്പോഴും പലരും വിശ്വസിക്കുന്ന ആ രാജകുമാരി പുനർജനിക്കും, അത് കാരണം ആ നാട്ടുകാർക്കും ആ നാടിനും പുതിയ ജീവിതം കിട്ടും എന്നാണ്. ഈ കോട്ടയ്ക്ക് ചെല്ലുന്നവർക്ക് പലർക്കും വിചിത്രമായ അനുഭവങ്ങളും ചില മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഒരു സമയം 3 യുവാക്കൾ ഈ കോട്ടയ്ക്കകത്ത് ചെന്ന് താമസിക്കാൻ പുറപ്പെടുന്നുണ്ട്. കയ്യിൽ ടോർച്ചും പല സാധനങ്ങളും കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അതിൽ ഒരാള് കിണറ്റിലേക്ക് വീഴുന്നു. അപ്പോൾ ആ പുള്ളിനെ രക്ഷിക്കാനായിട്ട് മറ്റു 2 പേരും കൂടി ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു റോഡ് ആക്സിഡന്റ് കാരണം ഈ 3 പേരും മരിച്ചു പോകുന്നു എന്നും ഒരു കഥയുണ്ട്. ഇവിടെ കറങ്ങി കാണാൻ വരുന്ന പലർക്കും തന്റെ പുറകില് ആരോ ഉണ്ടെന്നൊരു ഫീലിങ്ങും അവരെ ഫോളോ ചെയ്ത് വരുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് കൂടോത്രങ്ങളും ബ്ലാക്ക് മാജിക് ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് പലരും ഇങ്ങോട്ട് പ്രവേശിക്കാത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുമാത്രമല്ല, പ്രേതബാധയുള്ള സ്ഥലവും സ്ത്രീകൾ കരയുന്ന ശബ്ദം കേൾക്കാം, വളകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും സയൻസിൽ യാതൊരു എക്സ്പ്ലനേഷനും തരുന്നില്ല. സയൻസ് പറയുന്നതാണെങ്കിൽ ഇതൊക്കെ സൈക്കോളജിക്കലായിട്ടും പലരുടെയും അന്ധവിശ്വാസം കാരണമൊക്കെയാണ് ഇതൊക്കെ തോന്നുന്നത് എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് 6 മണിക്ക് ശേഷം ഇവിടെ പ്രവേശിക്കാൻ പാടില്ലെന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ കോട്ട എന്ന് പറയുന്നത് സരിസ്ക റിസർവ് ആൻഡ് നാഷണൽ പാർക്കിന് ബോർഡറിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന് ചുറ്റിലും ഈ ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ കുറെ വൻമൃഗങ്ങളൊക്കെ ഉണ്ട്. കടുവയും സിംഹവും ഒക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ മൃഗങ്ങളൊക്കെ ഈ കോട്ടയിൽ വന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് മനുഷ്യന്മാരവിടെ നിൽക്കുന്നത് മനുഷ്യർക്കും ആപത്താണ്, ആ മൃഗങ്ങൾക്കും ആപത്താണ്. അങ്ങനെ ആർക്കും ഒരു കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് 6 മണിക്ക് ശേഷം അവിടത്തേക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് പോലും അവിടെ ഒരു അൺയൂഷ്വൽ ആക്ടിവിറ്റി ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഹോണ്ടഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇതൊരു ചരിത്രപരമായ ഒരു സ്ഥലമാണ്. 16-ാം നൂറ്റാണ്ടിൽ കെട്ടപ്പെട്ട ഒരു കോട്ടയാണ്. പല ചരിത്രങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. പണ്ടത്തെ കഥകളും കാഴ്ചകളൊക്കെ കാണാൻ ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതുപോലത്തെ ക്യൂരിയോസിറ്റി കൂട്ടുന്ന വേറെ സ്ഥലങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ഐക്കൺ ഞെക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.